ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങളൊരു നോ കോൺടാക്റ്റിലോ അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലോ ഒക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോകണമോ അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ഇനിയും വെയിറ്റ് ചെയ്യണമോ എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അതുപോലെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്കിത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കാം. ഇനി നിങ്ങളുമായിട്ട് ഒട്ടും റെസിനേറ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഇത് നിങ്ങൾക്കൊരു പോസിറ്റീവ് എനർജി ആയിട്ട് എടുക്കാനായിട്ട് സാധിക്കുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു നിമിഷം മുതൽ ഇത് സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ്. ഓക്കെ, അപ്പോൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. അപ്പം നമ്മളിവിടെ നോക്കാനായിട്ട് വിചാരിച്ച ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ പേഴ്സണിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കണമോ, ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോകണമോ എന്നൊരു കാര്യം നമ്മൾ ചോദിക്കുമ്പോൾ യൂണിവേഴ്സിന്റെ ഭാഗത്തു നിന്ന് ഉള്ളൊരു ഗൈഡൻസ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്, നിങ്ങൾ ഒരു കാര്യവും ഓർത്ത് വിഷമിക്കേണ്ട, ഈ ഒരു കാര്യത്തിന് യൂണിവേഴ്സിൻ്റെതായിട്ടുള്ള ഒരു സപ്പോർട്ട് നിങ്ങൾക്കുണ്ടാകും എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് ഓവറോൾ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് മറ്റുള്ള കാർഡ്സിന്റെ ഒക്കെ ഒരു മൊത്തത്തിലൊരു സ്പ്രെഡ് നോക്കാം. അപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ നിന്ന് നമുക്ക് കൂടുതലായിട്ടും മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിൽ പെട്ട ആൾക്കാരായിരിക്കാം ഇത് ഈ ഒരു റീഡിങ്ങുമായിട്ട് കൂടുതലായിട്ട് റെസിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു വളരെയധികമായിട്ട് ഒരു ലോസ്, അത് ചിലപ്പോൾ ഇമോഷണൽ ലോസ് ആകാം, അല്ലെന്നുണ്ടെങ്കിൽ മെറ്റീരിയൽ ലോസ് ആകാം, എന്തോ ആയിക്കോട്ടെ, എന്തോ ഒരു വലിയ നഷ്ടം സംഭവിച്ച് നിങ്ങൾ മാനസികമായിട്ട് തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ നിങ്ങളുടെ പേഴ്സണായിട്ട് വിചാരിക്കുന്ന ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നിട്ടുണ്ടാവുക. അതായത് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ജോലി നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു അവസരമാകാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പ്രണയ നഷ്ടം അല്ലെങ്കിൽ ഒരു സാമ്പത്തിക നഷ്ടം, ഇതൊക്കെ വന്ന് നിങ്ങൾ ആകെ വിഷമിച്ച് ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന ഒരു സമയത്താണ് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് എൻ്റർ ചെയ്തിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ തീർച്ചയായിട്ടും ഇവര് നിങ്ങൾക്കൊരു എന്താ പറയുക, ഒരു പാഷനേറ്റ് ബിഗിനിങ് എന്ന് പറയാം. അത്രയും ഒരു ഗുഡ് സ്റ്റാർട്ടായിട്ടാണ് തുടങ്ങിയ ഒരു റിലേഷൻഷിപ്പ് ഇത് മുന്നോട്ട് വന്നത്. അപ്പോൾ അത്തരം ഒരു സമയത്ത് നിങ്ങളിലേക്ക് കടന്നു വന്നപ്പോൾ നിങ്ങൾക്കൊരു താങ്ങായി നിന്നിട്ടുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു പേഴ്സണെ ഒരുപാട് വിശ്വസിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാകും. തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ജസ്റ്റിസ് കിട്ടുമെന്ന് നിങ്ങൾ കരുതിയിട്ടുണ്ടാവാം. കാരണം ഈ ഒരു സ്പ്രെഡ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾറെഡി ഒരു വലിയ നഷ്ടം വന്നിരിക്കുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ പിന്നീടുള്ള ഇത് ഇത്രയും ഒരു സ്നേഹം കാണിച്ചിട്ട് വരുന്ന വ്യക്തികളുണ്ടല്ലോ, വളരെയധികം സ്നേഹത്തോടെ കടന്നു വരുന്ന വ്യക്തികൾ കടന്നു വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവുന്നത് നിങ്ങളുടെ കഷ്ടപ്പാടിന് അല്ലെങ്കിൽ നിങ്ങളുടെ ഇത്രയും നാളത്തെ ഒരു കഷ്ടകാലം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരുമില്ലാതിരുന്ന ആ ഒരു അവസ്ഥ അത് മാറി നിങ്ങൾക്ക് ദൈവം തന്ന ഒരു വ്യക്തിയാണ് ഇത്, ഒരു ഗിഫ്റ്റ് ആണിത് എന്ന ഒരു രീതിയിൽ, അല്ലെങ്കിൽ എൻ്റെ ഒരു സോൾമേറ്റ് ആണ് ഇതാണ് എൻ്റെ ആള് എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കണം. കാരണം ഈ ഒരു വ്യക്തി നിങ്ങളോട് അത്രയധികം സ്നേഹമൊക്കെ കാണിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുള്ള ഒരു വ്യക്തിയാകണം. ഒരു പുതിയ തുടക്കത്തോടു കൂടി അല്ലെങ്കിൽ പുതിയൊരു സന്തോഷം, ഹാപ്പിനെസ് ഒക്കെ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് തോന്നിയിട്ടുണ്ടാകണം. അപ്പോൾ ഒരു പ്രത്യേകത, എന്തൊക്കെയോ ഒരു പ്രത്യേക എനർജിയൊക്കെ നിങ്ങളിലേക്ക് വന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ആ ഒരു സമയത്ത് നിങ്ങൾക്കത് ഫീൽ ചെയ്തിട്ടുണ്ടാകാം. അങ്ങനെ വളരെ സ്നേഹത്തോടെ നല്ല ഒരു അണ്ടർസ്റ്റാൻഡിങ്ങോടെയും കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ സന്തോഷത്തോടെ പോയിരുന്ന ഒരു റിലേഷൻഷിപ്പ് കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു ഡൗൺഫോള് ഈ ഒരു റിലേഷൻഷിപ്പിന് വന്നു എന്നാണ് കാണുന്നത്. അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു ഭാരമായി തോന്നുക അല്ലെങ്കിൽ ഒരു ബേർഡൻ ആയി തോന്നുക, ആ ഒരു അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് ഈ റിലേഷൻഷിപ്പിന്റെ ഒരു സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ. അപ്പോൾ കൂടുതലായിട്ടും ആ ഒരു ബേർഡൻ തോന്നിയിട്ടുള്ളത് നിങ്ങളുടെ പേഴ്സൺ ആണ് എന്നാണ് മനസ്സിലാകുന്നത്. അല്ലെങ്കിൽ അവർക്ക് ഈ ഒരു പേഴ്സൺ തലയിലാവുമോ എന്നൊക്കെയുള്ള തരത്തിലുള്ള ഒരു എനർജിയാണ് അവർക്ക് തോന്നുന്നത്. അതായത് ഈ ഒരു 10 of Wands കാർഡ് ചില സമയങ്ങളിൽ ഇപ്പോൾ നമ്മളുടേത് ആ ഒരു സിറ്റുവേഷൻ ആയിട്ട് നോക്കി പറയുമ്പോഴത്തേക്ക് മനസ്സിലാവുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് വലിയൊരു പാഷനോടെ വന്ന് സ്റ്റാർട്ട് ചെയ്ത ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിലും ഒരു ഘട്ടം എത്തിയപ്പോൾ
ഇവർക്ക് ഇത് മടുക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ ഇതിലെ ഒരു റെസ്പോൺസിബിലിറ്റീസ് ഒന്നും അത്ര, അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളൊന്നും അത്ര ഇവർ വിചാരിച്ചതുപോലെയല്ല. അപ്പൊ ഒന്നാമത്തെ ഒരു പേജിന്റെ എനർജിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഇമ്മച്യൂരിറ്റി ഇതിനകത്ത് കാണും. കൂടുതൽ ഭാരങ്ങൾ എടുക്കാനോ അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ് എടുക്കാനോ കൂടുതൽ കാലം ഒന്ന് ഇങ്ങനെ ഒരേ രീതിയിൽ നിൽക്കാനോ പോകാനോ ഒന്നും ഇവർക്ക് കഴിയില്ല. അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുള്ള ഒരാൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു ബേർഡൻ ആയിട്ട് ഇവർക്ക് തോന്നാൻ തുടങ്ങിയത്. അപ്പോൾ അത് കഴിഞ്ഞു വരുന്ന നമുക്ക് ഹൈ പ്രിസ്റ്റീസ് കാർഡും, അതായത് ഏകദേശം ആ ഒരു സെയിം എനർജിയാണ് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ ലൈഫിൽ പിന്നെ ചില കാര്യങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ലാതായി എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. പിന്നീട് നിങ്ങൾക്ക് അങ്ങോട്ട് കാണേണ്ടി വന്നിട്ടുള്ളത് നിങ്ങളുടെ പേഴ്സന്റെ ഒരു ഡബിൾ ഫേസ് ആണ്. അവർക്ക് രണ്ട് മുഖങ്ങളുണ്ട് എന്നൊരു കാര്യം നിങ്ങൾക്ക് തിരിച്ചറിയാനായിട്ട് കാണാൻ സാധിച്ചു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ മേ ബി പിന്നീട് അങ്ങനെ വരുമ്പോൾ ഓൾറെഡി അതൊരു സംശയമാകും. നമുക്ക് എപ്പോഴും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും മറ്റേ വ്യക്തിയെ സംശയിക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെയും തീർച്ചയായിട്ടും അത് സംഭവിച്ചു എന്നുള്ളതാണ്. നമ്മളിവിടെ നോക്കുമ്പോൾ ഈ ഒരു ഡെത്ത് കാർഡ് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും ഈ ഒരു റിലേഷൻഷിപ്പ് അങ്ങനെ ഒരു സംശയത്തിന്റെ നിഴലിലേക്ക് പോയി, അല്ലെങ്കിൽ ആ ഒരു പേഴ്സണ് ഒരു ബർഡൻ ആയിട്ട് തോന്നി, അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്ന് ഈ ഒരു റിലേഷൻഷിപ്പ് ഈ ഒരു ഡെത്ത് കാർഡിന്റെ അവിടേക്ക് എത്തുമ്പോൾ അതൊരു എൻഡ് സംഭവിച്ചിരിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തി ഒന്നില്ലെങ്കിൽ ഇതിൽ നിന്ന് മടുത്ത് ക്വിറ്റ് ചെയ്ത് പോയതാണ്, അല്ലെങ്കിൽ നിങ്ങളോട് പറയാതെ പോലും അവര് ചിലപ്പോൾ സൈലന്റ് ആയിട്ട് പോയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അവർക്കൊരു ഡബിൾ ഫേസ് ഉണ്ടെന്നുള്ളൊരു കാര്യം നമ്മൾ ഓൾറെഡി കണ്ടല്ലോ. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നിങ്ങൾ മനസ്സിലാക്കി എന്ന് വിചാരിച്ച് അവർ പോയതായിരിക്കാം. കൂടുതൽ ക്ലാരിറ്റി ഒന്നും അവർക്ക് തരാനുണ്ടാവില്ല. അപ്പൊ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മാറിപ്പോകാനായിട്ട് അല്ലെങ്കിൽ വിട്ടു പോകാനായിട്ട് അവർ പറയുന്ന പല റീസൺസ് അല്ലെങ്കിൽ കാരണങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങൾക്കത് ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റാത്തതായിരിക്കും. എന്താണ് അവർ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇതെനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ, ഇതെങ്ങനെ ഇവിടെ ശരിയാകും എന്നൊക്കെ വിചാരിക്കുന്ന തരത്തിലുള്ള റീസൺസും ഒക്കെ ആയിരിക്കാം ചിലപ്പോൾ ഇവർ പറയുക. അങ്ങനെയുള്ള എക്സ്ക്യൂസസ് ഒക്കെ ആയിരിക്കാം. അപ്പൊ അങ്ങനത്തെ ഒരു എനർജിയാണ് ഇവിടെ ഇവരുടെ ഉള്ളത്. അപ്പൊ ഇവർക്ക് ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോയാൽ മതി എന്നൊരു രീതിയിലാണ്. അപ്പൊ ഈ ഒരു റിലേഷൻഷിപ്പ് എൻഡായി, അല്ലെങ്കിൽ ഇവർ ഇനിയും തിരിച്ചു വരും എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് ആ ഒരു 5 ഓഫ് കപ്സിന്റെ എനർജിയാണ്, അതായത് പാസ്റ്റിലോട്ട് തന്നെയാണ് നോക്കി നിൽക്കുന്നത് നിങ്ങൾ. അപ്പൊ സൈഡിലോട്ട് തന്നെ നോക്കി നിൽക്കുന്ന ഒരു എനർജി. അപ്പോൾ നിങ്ങളത് ഇപ്പോഴും മനസ്സിലാക്കാനായിട്ട് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റാതെ നിൽക്കുകയാണ്. അത് ഓർത്ത് വിഷമിച്ച് ആ ഒരു നഷ്ടപ്പെടലിനെ ഓർത്ത് റിഗ്രറ്റ് ചെയ്ത് നിൽക്കുന്ന ആ ഒരു എനർജിയാണ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു 5 ഓഫ് കപ്സിന്റെ എനർജി കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് ഇവർക്ക് പെട്ടെന്ന് ഒരു നൈറ്റ് ഓഫ് കപ്സിന്റെ എനർജിയിലേക്ക് ഇവരെ മാറിയിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് അകന്നു പോയ ഒരു ഈ റിലേഷൻഷിപ്പ് വേണ്ട എന്ന് വെച്ചിട്ട് അകന്ന് മാറിപ്പോയ ഒരു വ്യക്തി പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് ഉള്ള ഒരു അകലം കുറച്ച്, അല്ലെങ്കിൽ കൂടുതലായിട്ട് നിങ്ങളിലേക്ക് അടുത്തു വരുന്നു, ഒരു സ്നേഹം വരുന്നു, ഒരു അട്രാക്ഷൻ വരുന്നു, ഒരു ഫീലിങ്സ് അവിടെ വരുന്നു, നിങ്ങളിലേക്ക് കൂടുതൽ അടുക്കുന്നതായിട്ടൊരു എനർജി നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പൊ അത് എങ്ങനെ സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവര് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഇത് വേണ്ട എന്ന് വെച്ച് പോയതിനു ശേഷം ഇവരുടെ ലൈഫിൽ ഇവർ പല കാര്യങ്ങളും ചെയ്തു, പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മുന്നോട്ട് പോയെങ്കിലും ഇവർക്ക് ഒന്നും നേടിയെടുക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു പ്രോഗ്രസ്സും ഇവരുടെ ലൈഫിൽ ഇവർക്ക് വന്നിട്ടില്ല എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ആ ഒരു കാര്യം കൊണ്ടാണ് ഇവർ തിരിച്ചു വന്നത്. അവര് ഇനിയിപ്പം നിങ്ങളുടെ ലൈഫിലേക്ക് അവർ തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിക്കഴിയുമ്പോൾ നല്ലത് വരും, ഈ ഒരു വ്യക്തിയെ ഞാൻ ഉപേക്ഷിച്ച് പോയത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ വന്നത് എന്നൊക്കെ ഈ വ്യക്തി ചിന്തിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് തിരികെ ഈ ഒരു പേഴ്സൺ വരാനായിട്ട് ഉള്ള ഒരു ആഗ്രഹം, അതാണ് നമുക്കിവിടെ ആ ഒരു കാർഡിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇവർ നിങ്ങളെ വിട്ടിട്ട് ആ പോയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് ചെന്നതിന് ശേഷം അവരവിടെ വളരെയധികം അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പരിശ്രമിച്ചു, ശ്രമങ്ങൾ നടത്തി, മുന്നോട്ട് പോകാൻ അവർ ഒത്തിരി കോൺട്രിബ്യൂഷൻസ് ഇട്ടു, ഒക്കെ ചെയ്തിട്ടും അതിനൊരു ഫലവും കിട്ടുന്നില്ല. ആ ഒരു സമയത്താണ് ഇവര് ചിന്തിക്കുന്നത് അപ്പൊ നിങ്ങളുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരുന്നതാണ് ഭേദം എന്നുള്ള ഒരു രീതിയിൽ അവര് ചിന്തിക്കുന്നു. ആ ഒരു ചിന്ത അവർക്ക് വന്നിട്ടുള്ളതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ എന്താ പറയാ, ആ ഒരു എനർജീസ് നമുക്ക് അതാണ് പറഞ്ഞു തരുന്നത്. ആ പഴയ ഒരു നൊസ്റ്റാൾജിയൊക്കെ ആലോചിക്കാനൊക്കെ ഇവർ തുടങ്ങിയിട്ടുണ്ട്, പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അവര് പിന്നെ നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോയിട്ട് ഏത് സാഹചര്യത്തിലാണോ ജീവിച്ചു വന്നത് അവിടെ അവർക്ക് വിചാരിച്ച ഒരു കെയറിങ്ങോ അല്ലെങ്കിൽ
അവർ വിചാരിച്ച ഒരു മെച്ചമോ ഒന്നും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പോഴാണ് അവര് നിങ്ങളെ ഓർത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഇനി വരുന്ന ഈ ഒരു കാർഡുകളിലെല്ലാം നോക്കുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കുന്നത് അവരെ കുറച്ചും കൂടി കാര്യങ്ങൾ പക്വതയായിട്ട് മച്യൂറായിട്ട് കാണാനായിട്ട് പഠിച്ചു കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ അവർക്കൊരു സ്പിരിച്വൽ അവേക്കനിങ് ഉണ്ടായി എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ടാണ് അവർ പിന്നീടുള്ള നിങ്ങളുടെ ആ ഒരു നിങ്ങളോട് വളരെയധികം ഒരു സ്നേഹത്തോടെ അടുക്കുന്നതും ആ റിലേഷൻഷിപ്പ് എത്രമാത്രം നല്ലതായിരുന്നു എന്ന് അവർ തിരിച്ചറിയാനായിട്ട് അവർക്ക് പറ്റിയതും, അതുപോലെ ആ ഒരു എന്താ പറയാ നിങ്ങളത് മിസ് ചെയ്യാനായിട്ട്, നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്നു, നിങ്ങളുടെ ആ ഒരു പ്രണയം മിസ് ചെയ്യുന്നു, ആ ഒരു രീതിയിലൊക്കെ അവർ ചിന്തിക്കുന്നു എന്ന് തന്നെ പറയാം നമുക്ക്. അപ്പോൾ ആ തരത്തിലാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് അടുക്കാനായിട്ട് ശ്രമിക്കുന്നത്, ആ ഒരു ചിന്തകൾ മൂലമാണ് എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നീട് വരുന്ന കാർഡിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് തന്നെ, ഈ നൈറ്റ് ഓഫ് കപ്സും അത് തന്നെയാണ് കാണിക്കുന്നത്. ഈ ഒരു രീതിയിലാണ് അവർ നിങ്ങളിലേക്ക്, ഈ ഒരു ചിന്തകളിലാണ് അവർ നിങ്ങളിലേക്ക് അടുക്കുന്നത് എന്നുള്ളതാണ്. പിന്നീട് വരുന്ന ഒരു കാർഡിൽ നമുക്ക് മനസ്സിലാകുന്നത് ഈ ഒത്തിരി ആളുകളെ, റീഡിങ് റെസനേറ്റ് ചെയ്യുന്ന ഒത്തിരി ആളുകളെ ഈ ഒരു നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്ന വ്യക്തി ചീറ്റ് ചെയ്ത് പോയിട്ടുള്ളതാണ് എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ചിലവര് ഈ ഒരു സിറ്റുവേഷനിൽ ഓൾറെഡി ഈ ഒരു സിറ്റുവേഷനിൽ ശരിയാവില്ല എന്ന് പറഞ്ഞു പോയിട്ടുള്ള ആൾക്കാരാണ്. കുറെ പേര് അങ്ങനെ കാണുന്നുണ്ട്. മറ്റു കുറെ ആളുകൾ ചീറ്റ് ചെയ്ത് പോയി എന്നാണ് കാണുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരിക്കലും പുറത്തു കൊടുക്കാൻ പറ്റാത്ത എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടായിരിക്കാം നിങ്ങളുടെ ലൈഫിൽ നിന്ന് അവർ പോയിട്ടുള്ളത്. അപ്പൊ അങ്ങനെ പോയിട്ടുണ്ടെന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പിന്നീട് വരുന്നത് ഈ ഒരു 9 ഓഫ് സോഴ്സിന്റെ എനർജിയാണ് നമുക്ക് വരുമ്പോൾ കാണാൻ സാധിക്കുന്നത്. അപ്പൊ രാത്രി സമയങ്ങളിലൊക്കെ ഉറക്കമില്ലാതെ വളരെയധികം ചിന്തിച്ചിരിക്കുന്ന ഒരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് ചിലപ്പോൾ ഈ ഒരു വ്യക്തി വളരെയധികം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു, നിങ്ങളുടെ മെമ്മറീസ് വരുന്നു. പിന്നെ ഇവർ നിൽക്കുന്ന സാഹചര്യം അത്ര നല്ലതായിരിക്കില്ല. പിന്നെ നിങ്ങളോട് ചെയ്തു പോയിട്ടുള്ള കാര്യങ്ങൾ, അവര് നിങ്ങളെ വിഷമിപ്പിച്ചു പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവരെ മുറിവേൽപ്പിക്കുന്നുണ്ടാകാം, അല്ലെ ചിന്തകളിൽ കടന്നു വരുന്നുണ്ടാകാം. അതൊക്കെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് ഓക്കെ ആക്കിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ നല്ല രീതിയിൽ നിങ്ങളോട് സംസാരിച്ച കാര്യങ്ങൾ, നിങ്ങൾ വിഷമിച്ച കാര്യത്തിനൊക്കെ ക്ഷമയൊക്കെ ചോദിച്ച് തിരിച്ചു വരാനായിട്ടും ഒക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെയാണ് രാത്രിയിൽ അവരിങ്ങനെ ചിന്തിക്കുന്നത്. അവർക്ക് ചീറ്റ് ചെയ്ത് പോയിട്ടുള്ള കാരണമുള്ള ഒരു വിഷമം കൊണ്ട്, അവര് ചീറ്റ് ചെയ്ത് പോയല്ലോ നിങ്ങളെ, അതുകൊണ്ട് ആ ഒരു വിഷമം കൊണ്ടാണ് അവര് നിങ്ങളിലേക്ക് വരാനായിട്ട് ഇങ്ങനെ മടിച്ചു നിൽക്കുന്നത്. അപ്പൊ മൊത്തത്തിൽ ഇവർക്ക് ഈ ഒരു എന്താ പറയാ, ഒരു ഫിയറും വിഷമങ്ങളും സങ്കടങ്ങളും എല്ലാം ഉറക്കമില്ലാത്ത ഒരു അവസ്ഥ കൊടുക്കുകയാണ്. അപ്പൊ രാത്രിയിൽ ഇങ്ങനെ ഉറങ്ങിയാൽ തന്നെ പെട്ടെന്ന് ഞെട്ടി എഴുന്നേൽക്കുന്ന ആ ഒരു സിറ്റുവേഷനിലാണ് ഇവരുള്ളത്. അപ്പം നിങ്ങളും നിങ്ങളുടെ പാർട്ട്ണറുമായിട്ടുള്ള ഒരു ബ്രേക്കപ്പോ അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റിലൊക്കെ ഉണ്ടായിട്ടുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു മാറ്റം വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ലാസ്റ്റുകളിലൊക്കെ വന്നിരിക്കുന്ന കാർഡുകളിൽ പറയുകയാണെങ്കിൽ ഒരു ഏഞ്ചൽസിൻ്റെതായ അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെതായ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ഏത് ദൈവമാണോ ആ ദൈവത്തിൻ്റെതായ ഒരു കരങ്ങൾ ഇതിൽ ഇടപെടുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരിപ്പോൾ ഏതൊരു സിറ്റുവേഷനിൽ പെട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അവര് എത്രത്തോളം വിഷമിച്ചിരിക്കുന്ന ഒരു എനർജിയാണ്, എത്രത്തോളം ലോ എനർജിയിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും അവർക്ക് അതിനൊരു മാറ്റം വരുന്നുണ്ട്. അതിനുശേഷം നമുക്ക് വന്നിരിക്കുന്നത് കിങ് ഓഫ് വോൺസിന്റെ കാർഡാണ്. ലാസ്റ്റ് വന്നിരിക്കുന്നത് ഒരു 4 ഓഫ് വോൺസിന്റെ കാർഡ്. അപ്പൊ രണ്ടും അത് തന്നെയാണ് പറയുന്നത്. ഒരു ലോങ് ടൈം കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ ലോങ് ടൈം സെലിബ്രേഷൻ എന്ന് പറയുന്ന ഒരു കാർഡാണ് രണ്ടും. അതുപോലെ തന്നെ നമ്മൾ ആയിട്ട് ഇങ്ങനെ അകന്നു പോയിരിക്കുന്ന ആൾക്കാരെ വീണ്ടും നമ്മുടെ ലൈഫിലേക്ക് തിരിച്ചു വരികയും നമുക്ക് അവരുമായിട്ടൊരു സെലിബ്രേഷൻ, എൻജോയ്മെന്റ് ഒക്കെ പറയുന്ന കാർഡുകൾ തന്നെയാണ് ഈ ഒരു 4 ഓഫ് വാൻഡ്സ് എന്ന് പറയുന്നത്. നമ്മളിവിടെ നോക്കിയത് മെയിനായിട്ട് ഈ ഒരു സ്പ്രെഡിൽ നമ്മൾ നോക്കിയത് നിങ്ങളുടെ പേഴ്സണിന് വേണ്ടിയിട്ട്, നിങ്ങൾ ഇനി ഈ ഒരു സെപ്പറേഷനിൽ പോയ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇനി വെയിറ്റ് ചെയ്തിരിക്കണമോ, അവർ തിരിച്ചു വരുമോ എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ലാസ്റ്റിലേക്ക് വരുന്ന കാർഡുകൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് പറയാനായിട്ട് സാധിക്കുന്ന യെസ് എന്നാണ്. നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പവുമില്ല, അവർ തിരികെ വരും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇവരുമായിട്ട് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്തിരിക്കാം, ഇവരുമായിട്ട് ഒരു റീയൂണിയൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സ്പ്രെഡിന്റെ ഓവറോൾ എനർജിയും അത് തന്നെയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. നിങ്ങളുടെ പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വെയിറ്റ് ചെയ്തിരിക്കാം, ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ ഒരു നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളും ഒക്കെ ആയിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസ് നമുക്കൊന്ന് എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു
ദിസ് റീഡിങ്. അപ്പോൾ ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിരുന്ന ക്ലൂസ് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്ലൂ നമുക്ക് വരുന്നത് ടാറ്റു ഓൺ നെക്ക് എന്ന് പറയുന്നൊരു ക്ലൂ ആണ്. ടാറ്റു ചെയ്തിട്ടുള്ള, നെക്കിൽ ടാറ്റു ചെയ്തിട്ടുള്ള വ്യക്തികളാകാൻ ചാൻസ് ഉണ്ട്. 2004 എന്നൊരു വർഷം വരുന്നുണ്ട്. അതുപോലെ ഫോളോ ന്യൂ ട്രെൻഡ്സ് ഒക്കെ ഫോളോ ചെയ്യുന്ന വ്യക്തികളാകാൻ ചാൻസ് ഉണ്ട്. മ്യൂസിക് എന്ന് പറയുന്നൊരു ക്ലൂ വരുന്നുണ്ട്. ഡിസംബർ മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. കോട്ടയം ജില്ലയിൽ നിന്നുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്, നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഒക്കെ. ആർട്ടിസ്റ്റ് നമുക്ക് കിട്ടുന്നു. അതുപോലെ തന്നെ 29 എന്ന് പറയുന്ന നമ്പർ കിട്ടുന്നുണ്ട്. 2 weeks എന്ന് പറയുന്നൊരു പോസിബിലിറ്റി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 54 നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 1976 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. സെപ്റ്റംബർ മന്ത് ഒരു പോസിബിലിറ്റിയാണ് നമുക്ക് വീണ്ടും കിട്ടിയിട്ടുള്ളത്. ഹെൽത്ത് ഇഷ്യൂസ്, ഈ ഒരു സമയത്ത് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഒക്കെ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ഒരു സമയമായിരിക്കാം. കൈൻഡ്നെസ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. 2 months എന്ന് പറയുന്നൊരു പോസിബിലിറ്റിയാണ്. 2001 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നു. റീഡിംഗ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. റീഡിംഗ് ഒക്കെ ചെയ്യാനായിട്ട് ഒത്തിരി താല്പര്യമുള്ള വ്യക്തികളായിരിക്കാം. നമ്പർ 42 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 1991 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്പർ 43 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഗോൾഡൻ കളർ ആയിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഇഷ്ടമുള്ള ഒരു കളർ എന്ന് വിചാരിക്കുന്നു. അതുപോലെ 1999 നമുക്ക് കിട്ടുന്നുണ്ട്. ലെറ്റർ പി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ടോക്കറ്റീവ്, നിങ്ങളുടെ പേഴ്സൺ നല്ല സംസാരിക്കുന്ന വ്യക്തിയാകാൻ ചാൻസ് ഉണ്ട്. 1975 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. എബ്രോഡ്, നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ ഒക്കെ എബ്രോഡുള്ള വ്യക്തികളാകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. നമ്പർ 33 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ ലോട്ട്സ് ഓഫ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഒത്തിരി ഫ്രണ്ട്സ് ഉള്ള വ്യക്തികളായിരിക്കാം. ഫ്ലവേഴ്സ് എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഗെയിമിംഗ് ഒക്കെ ഒത്തിരി താല്പര്യമുള്ള ആളുകളാകാനുള്ള ചാൻസ് ഉണ്ട്. ഗെയിം കളിക്കാനൊക്കെ താല്പര്യമുള്ള വ്യക്തികളായിരിക്കാം. ലോങ് ഹെയർ, നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഒക്കെ ലോങ് ഹെയർ ഉള്ള വ്യക്തികളായിരിക്കാം. അതുപോലെ നമ്പർ 1 ബ്രൗൺ കളർ. നമ്പർ 12 ബേക്കർ എന്ന് പറയുന്നൊരു ക്ലൂ ആണ് നമുക്ക് ലാസ്റ്റ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത്തരം ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.